വാർത്തകൾ തുടർന്നു. ഇപ്പോൾ വന്ന് ഒരു ലഹരി കേസ് ഇല്ലാത്ത ഒരു വാർത്താ ബുള്ളറ്റിൻ പോലും ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത്തരത്തിലേക്ക് വലിയ പരിവർത്തനം കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി സംഭവിക്കുന്നുണ്ട്. അത്തരം ഒരു വാർത്തയാണ് കോഴിക്കോട് നിന്ന് വീണ്ടും വരുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഇന്നലെ പോലീസ് പിടിയിലായ യുവാവിൻ്റെ വയറ്റിൽ നിന്ന് MDMA കണ്ടെത്തി. സ്കാനിങ്ങിലാണ് MDMA കണ്ടെത്തിയത്. അരയറ്റം ചാലിൽ സ്വദേശി ഫൈസിൻ്റെ വയറ്റിൽ നിന്നാണ് MDMA കണ്ടെത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വീട്ടുകാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ബഹളം വച്ചതിന് പിന്നാലെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയതോടെയാണ് ഫൈസി കയ്യിലുണ്ടായിരുന്ന MDMA പാക്കറ്റ് വിഴുങ്ങിയത്. വിവരങ്ങളുമായി ഗോകുൽ ചെയ്തിരുന്നു. ഗോകുൽ, ഇത് തുടർച്ചയായി രണ്ടാമത്തെ കേസാണ് കോഴിക്കോട് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പോലീസ് എത്തിയപ്പോൾ MDMA വിഴുങ്ങി രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നതൊക്കെ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഒരു MDMA കേസെങ്കിലും വായിക്കാത്ത ഒരൊറ്റ ബുള്ളറ്റിൻ പോലും ഇല്ലാത്ത തരത്തിലേക്ക് കേരളം അത്രത്തോളം മാറിയിരിക്കുന്നു. ഈ കേസിൽ എന്താണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ? പിടിയിലായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് താമരശ്ശേരി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് രാസലഹരിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കേസുകളും മറ്റും പുറത്തു വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഒരു ഉമ്മയെ മകൻ വെട്ടിക്കൊന്നത് രാസലഹരി കഴിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ ഷാനിദ് എന്ന് പറയുന്ന ഒരു യുവാവ് MDMA വിഴുങ്ങി മരിച്ചത് താമരശ്ശേരിയിലായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടി അവിടെ നിന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടായിരുന്നു സംഭവം. ഈ അരയറ്റുംചാല സ്വദേശിയായിട്ടുള്ള ഫായിസ് വീട്ടിൽ ഉമ്മയെയും ഭാര്യയെയും മകളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ വലിയ രീതിയിൽ ബഹളം വെച്ചു. തുടർന്ന് നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തുന്ന സമയത്ത് ഫായിസ് അവിടെയുണ്ട്. പോലീസിനെ കണ്ടു ഓടാൻ ശ്രമിക്കുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന ഒരു പാക്കറ്റ് വിഴുങ്ങുകയായിരുന്നു. പിന്നീട് പോലീസ് ഫായിസിനെ പിടികൂടിയ സമയത്ത് ഫായിസാണ് പറഞ്ഞത് തന്റെ കയ്യിൽ MDMA ആണ് ഉണ്ടായിരുന്നത്, താനത് വിഴുങ്ങിയത് എന്ന്. ഉടനെ തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് വിദഗ്ധ പരിശോധനയ്ക്കായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഒരു പാക്കറ്റ് ഫായിസിന്റെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയിരുന്നത്. പിന്നീട് ഇപ്പോൾ ഈ ഫായിസിനെ ശസ്ത്രക്രിയക്കൊക്കെ വിധേയമാക്കി ഇത് പുറത്തെടുക്കാനുള്ള നടപടിയിലേക്ക് ആശുപത്രി അധികൃതർ കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ താമരശ്ശേരിയുമായി ബന്ധപ്പെട്ട് അടിക്കടി ഉണ്ടാവുന്ന രാസലഹരിയുടെ വർധനവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വലിയ രീതിയിലുള്ള പരിശോധനകളൊക്കെ നടത്തി വരുന്നുണ്ട്. ഈ ഫായിസും നേരത്തെ MDMA വിഴുങ്ങി മരിച്ച ഷാനിദ് ഉൾപ്പെടെയുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധമുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ MDMA മൊത്ത കച്ചവടക്കാരനായിട്ടുള്ള ഒരു മിഷാദ് എന്ന് പറയുന്ന ഒരു യുവാവിനെ താമരശ്ശേരിയിൽ നിന്ന് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ് ഈ മിഷാദ്. ഒരുപക്ഷെ ഇവരൊക്കെ തമ്മിലുള്ള പരസ്പര ബന്ധം ഉണ്ടാകാമെന്ന നിഗമനമൊക്കെയുണ്ട് പോലീസിന്. കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഉമേഷ്, ഗോകുൽ, ഇയാളുടെ ആരോഗ്യത്തിൽ എങ്ങനെയുണ്ട്? എന്താണ് ആശുപത്രിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ? ഷാനിദിന് സംഭവിച്ചതുപോലെയുള്ള അപകടം സംഭവിക്കാനുള്ള സാധ്യതയില്ല എന്ന് പോലീസിന്റെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം നൽകുന്നുണ്ട്. നേരത്തെ ഷാനിദ് MDMA വിഴുങ്ങിയ സമയത്ത് ഷാനിദ് വിഴുങ്ങിയ പാക്കറ്റിന്റെ പൊട്ടി അത് ശരീരത്തിൽ രക്തത്തിൽ കലർന്നിട്ടാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത്തരത്തിലൊരു സ്ഥിതി ഈ ഫായിസിന്റെ കാര്യത്തിൽ ഇല്ല എന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. അതിനാൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ ശസ്ത്രക്രിയ നടത്തിയത് പുറത്തെടുക്കാനുള്ള നടപടിയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. യെസ്, ഗൂഗിളാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് നിന്ന് മാത്രമല്ല എല്ലാ ജില്ലകളിൽ നിന്നും കുറഞ്ഞത് ഒരു MDMA കേസെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കേരളത്തിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുള്ളറ്റിലെങ്കിലും MDMA കേസ് വായിക്കാത്ത അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത വാർത്താ ബുള്ളറ്റിനോളോ മണിക്കൂറോളോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളം വലിയ തോതിൽ മാറുന്ന വലിയ ആശങ്കയിലേക്ക് ആ ഒരു സാഹചര്യം കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്.